എല്ലാ പ്രിയപ്പെട്ട പ്ലസ് ടു കൂട്ടുകാർക്കും സർഫസ് കെമിസ്ട്രി എന്ന യൂണിറ്റിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ് നിങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കുന്നു. എൻസൈംസ്. എന്താണ് എൻസൈം? എൻസൈം എന്ന് പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ്. ഇതാരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലിവിങ് സെല്ലുകളാണ്. ലിവിങ് ഓർഗാനിസത്തിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷനെ കറ്റലൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് എൻസൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് സെൽ which catalyze biochemical reaction in living organism. Characteristics of enzyme. എൻസൈമിൻ്റെ പ്രത്യേകതകൾ എന്താണ്? എൻസൈം കാറ്റലിസ്റ്റ് ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് റിയാക്ഷൻ ആസ് കമ്പയർഡ് ടു ദ അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ. ഏറ്റവും വേഗതയുള്ള എൻസൈം ഏത് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ എൻസൈമിൻ്റെ രണ്ടാമത്തെ സ്വഭാവത്തിലോട്ട് കടക്കുന്നു. എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എൻസൈം കാറ്റലിസ്റ്റ് can increase the rate of reaction by a factor of 10⁻³ to 10⁻⁶. എൻസൈം കാറ്റലിസ്റ്റ് ഹൈലി സ്പെസിഫിക് ആണ്. ഒരു എൻസൈം കാറ്റലിസ്റ്റ് കൊണ്ട് ഒരു ടൈപ്പ് റിയാക്ഷനെ മാത്രമേ കറ്റലൈസ് ചെയ്യാൻ കഴിയൂ. ഉദാഹരണമായി ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉപയോഗിച്ചുകൊണ്ട് ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാത്രമേ മാറ്റാൻ കഴിയൂ. മാൾട്ടസ് എന്ന് പറയുന്ന എൻസൈം മാൾട്ടോസിനെ ഗ്ലൂക്കോസാക്കി മാത്രം മാറ്റുന്നു. യൂറിയസ് എന്ന് പറയുന്ന എൻസൈം യൂറിയയെ ഡീകമ്പോസ് ചെയ്ത് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. ഈച്ച് എൻസൈം കാറ്റലൈസസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന് മാത്രമേ. നാലാമത്തെ characteristics, they are highly active at a moderate temperature. ആ ടെമ്പറേച്ചർ പറയുന്ന പേരാണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ, അനുകൂല ഊഷ്മാവ് എന്ന് പറയും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എല്ലാവർക്കും അറിയാം, 37°C ആണ്. ഈ ടെമ്പറേച്ചറിലാണ് നമ്മൾ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നത്. മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്ന pH around 7, that is in between 5 to 7. But they are active at a moderate temperature called optimum temperature and pH around 7. ഇനി എൻസൈമിൻ്റെ മെക്കാനിസമാണ്. എല്ലാവരും വിഷ്വൽ ഒന്ന് ശ്രദ്ധിക്കുക. എൻസൈമിന് ഒരു പർട്ടിക്കുലർ ഷേപ്പുണ്ട്. ഇതേ ഷേപ്പുള്ള ഒരു സബ്സ്ട്രേറ്റുമായിട്ട് എൻസൈം ബൈൻഡിങ്ങിൽ ഏർപ്പെടുന്നു. അതിൻ്റെ ഫലമായി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് വിഘടിച്ച് എൻസൈം പ്രോഡക്റ്റുകളുമായിട്ട് മാറുന്നു. ഇതാണ് എൻസൈമിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ. ഈ മെക്കാനിസത്തെ ഇൻഹിബിറ്റ് ചെയ്യും ചില ഓർഗാനിക് മോളിക്യൂളുകൾ ആകാം, ചില ഇനോർഗാനിക് മോളിക്യൂളുകൾ ആകാം. ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം ഈസ് കൺട്രോൾഡ് ബൈ വേരിയസ് മെക്കാനിസം ആൻഡ് ആർ ഇൻഹിബിറ്റഡ് ബൈ വേരിയസ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മോളിക്യൂൾസ്. ഒരു എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസുകളുണ്ട്. ആ സബ്സ്റ്റൻസുകളെയാണ് കോ എൻസൈം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സർട്ടൈൻ സബ്സ്റ്റൻസസ് നോൺ ആസ് കോ എൻസൈം. ആക്ടിവേറ്റേഴ്സ്. ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മെറ്റൽ അയോണുകളാണ്. Na+ ആകാം, Mn2+ ആകാം, CO2+ ആകാം, Cu2+ ആകാം. ഈ മെറ്റൽ അയോണുകൾ എൻസൈം മോളിക്യൂളുമായിട്ട് വീക്കായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. ഒരു എക്സാമ്പിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അമൈലോസ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. Na+ അയോൺസ് ആർ കറ്റാലിറ്റിക്കലി ആക്റ്റീവ്. സോഡിയം ക്ലോറിനകത്ത് കാണപ്പെടുന്ന Na+ അയോണുകളാണ് അമൈലോസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്നത്. അടുത്തതായി ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ്. ഇത് നിങ്ങൾ എവിടെയോ പഠിച്ചിട്ടുണ്ട് ഇല്ലേ കുട്ടികളെ? എവിടെയാണ്? 1ാം വർഷം P ബ്ലോക്കിനകത്ത്. സിയോലൈറ്റ്
ദ സിയോളൈറ്റ് എന്ന് പറഞ്ഞാൽ സിയോളൈറ്റ്സ് ആർ അലുമിനോസിലിക്കേറ്റ്സ് ഓഫ് മെറ്റൽ. ഇതിൻ്റെ ഷേപ്പ് എന്താ? ഹണി കോംബിലേക്ക് സ്ട്രക്ചറാണ്, തേനീച്ചക്കൂടിൻ്റെ ആകൃതിയാണ്. ഇതിലൊരു ഇഷ്ടം പോലെ പോർസുകളും ക്യാവിറ്റീസുകളും ഉണ്ട്. ഇതിലെല്ലാം സൈസ് ഡിഫറൻ്റ് ആണ്. ഈ സിയോളൈറ്റിൻ്റെ കാറ്റാലിറ്റിക് ബിഹേവിയറിന് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ക്യാവിറ്റിയുടെ സൈസാണ്. എന്തുകൊണ്ടാണ് സിയോളൈറ്റിന് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയാൻ കാരണം? ഒരു പർട്ടിക്കുലർ സൈസും ഷേപ്പുമുള്ള റിയാക്ടൻ്റ് മോളിക്യൂൾസുകൾ ഈ ക്യാവിറ്റീസിൽ വന്ന് അഡ്സോർബ് ചെയ്യപ്പെടും. ഓൺലി the reactor molecules of particular size and shape enter these cavities and gets adsorbed. Thus, zeolites are shape selective catalysts. എന്താ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമാണ് സിയോളൈറ്റിനുള്ളത്. പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ്, ക്രാക്കിംഗ് ഓഫ് ഹൈഡ്രോ കാർബൺ, നിങ്ങൾ ഹൈഡ്രോ കാർബണിനകത്ത് പഠിച്ചതാണ്. സിയോളൈറ്റ് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത സിയോളൈറ്റ് ആണ് ZSM5. എന്താ അതിൻ്റെ ഫുൾ പേര്? സിയോളൈറ്റ് സീബ് ഓഫ് മോളിക്കുലാർ പൊറോസിറ്റി. എന്താ എൻ്റെ ഉപയോഗം? യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് ആൽക്കഹോൾ ടു ഗ്യാസോലിൻ, ദ ഗ്യാസോലിൻ പെട്രോൾ. ഈ ചാപ്റ്ററിൻ്റെ ഹൃദയഭാഗം എന്ന് പറയും, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് നമ്മൾ കടക്കുന്നു. സോ ദാറ്റ് ഇസ് കൊളോയിഡ്സ്. നിങ്ങൾ ട്രൂ സൊല്യൂഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? NaCl സൊല്യൂഷൻ ട്രൂ സൊല്യൂഷനാണ്. ഷുഗർ സൊല്യൂഷൻ ട്രൂ സൊല്യൂഷനാണ്. ആ സൊല്യൂഷനകത്ത് പാർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഇല്ല. അതിൻ്റെ വലിപ്പം 1 നാനോമീറ്ററിനെ കാട്ടി കുറവാണ്. അതേ കണക്ക് സാൻഡ് ഇൻ വാട്ടർ, മണ്ണെടുത്ത് വെള്ളത്തിൽ ഇടുന്നു, ആ പാർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ? കഴിയും. അതിൻ്റെ സൈസ് about 1000 nanometer. But colloidal solutions are intermediate between true solution and suspension. The diameter of colloidal particle is between 1 nanometer and 1000 nanometer, 10 raised to minus 9 meter to 10 raised to minus 6 meter. നമ്മൾ സൊല്യൂഷൻ പഠിച്ചില്ലേ? സൊല്യൂഷൻ ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ? സൊല്യൂഷൻ ഹോമോജീനിയസ് ആണ്. ഇസ് ഇറ്റ് കറക്റ്റ്? യെസ്. എന്നാൽ കൊളോയിഡൽ സൊല്യൂഷൻ ഹെട്രോജീനിയസ് ആണ്. ഒരു സൊല്യൂഷനകത്ത് 2 കമ്പോണൻറ്റുകളാണ്, ഒന്ന് സൊല്യൂട്ടും മറ്റൊരു സോൾവെൻറ്റും. അതേ കണക്ക് കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ഫേസ്. ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ്, 2 ഡിസ്പേർഷൻ മീഡിയം. എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ? ദ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ സ്മോൾ പ്രൊപ്പോർഷൻ, വളരെ കുറച്ച് അളവിൽ കാണപ്പെടുന്ന കമ്പോണൻറ്റിനെയാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡൽ ഡൈമെൻഷൻ, ദാറ്റ് ഈസ് 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ. അടുത്തതാണ് ഡിസ്പേർഷൻ മീഡിയം. കൊളോയിഡ് പാർട്ടിക്കിൾ ഏതിനകത്താണോ ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത് അതിനെ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ മീഡിയം. ഇറ്റ് ഈസ് the medium in which colloidal particles are disposed. ഒരു ഉദാഹരണം നോക്കാം. colloidal solution of gold in water. അതിനകത്ത് ഗോൾഡ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, വാട്ടർ ആണ് ഡിസ്പേർഷൻ മീഡിയം. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ the physical state of dispersed phase and dispersion medium. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും അവസ്ഥ അനുസരിച്ചുകൊണ്ട് കൊളോയിഡ്സുകളെ നമുക്ക് 8 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സൊല്യൂഷനോ 9 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഗ്യാസ് ഇൻ ഗ്യാസ് ഈസ് എ നോട്ട് എ കൊളോയിഡ്. ഗ്യാസ് ഇൻ ഗ്യാസ് കൊളോയിഡ് അല്ല. എന്താണ് കാരണം? ബിക്കോസ് gases mixed together to form homogeneous mixture. ഗ്യാസുകൾ കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഹോമോജീനിയസ് മിക്സർ ഉണ്ടാകുന്നു. ഒന്നാമത്തെ കോളത്ത് ഡിസ്പേഴ്സ്ഡ് ഫേസ്, രണ്ടാമത്തെ കോളത്ത് ഡിസ്പേർഷൻ മീഡിയം, മൂന്നാമത്തെ കോളത്തിൽ കൊളോയിഡൽ നൈം, ആ കൊളോയിഡിൻ്റെ പേര്. നാലാമത്തെ കോളത്തിൽ എക്സാമ്പിൾസ് ആണ്. ഒന്നാമതായി ഗ്യാസ് ഇൻ ലിക്വിഡ്, ആ കൊളോയിഡിൻ്റെ പേരാണ് ഫോം.
എക്സാമ്പിൾ സപ്പില്ലാതാർ, ഫ്രോത്ത്. അടുത്തത് ഗ്യാസ് ഇൻ സോളിഡ്. കൊളോയിഡിൻ്റെ പേരാണ് സോളിഡ് സോൾ. എക്സാമ്പിൾ ഫോം റബ്ബർ. രണ്ടാമത് പ്യൂമിക് സ്റ്റോൺ. നെക്സ്റ്റ് ലിക്വിഡ് ഇൻ ഗ്യാസ്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഗ്യാസ് ആണ് ഡിസ്പോഷൻ മീഡിയമെങ്കിൽ അതിന് പൊതുവെ പറയുന്ന പേരാണ് എയറോസോൾ. അപ്പോൾ കൊളോയിഡിൻ്റെ പേരെന്താ? എയറോസോൾ. എക്സാമ്പിൾ വളരെ ഫെമിലിയർ ആണ്, ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്. ലിക്വിഡ് ഇൻ ലിക്വിഡ്, ഇതും വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ആ കൊളോയിഡിൻ്റെ പേരാണ് എമൽഷൻ. പാല്, മെഡിസിൻ. അടുത്തത് ലിക്വിഡ് ഇൻ സോളിഡ്. കൊളോയിഡിൻ്റെ പേര് ജെൽ. ചീസ്, ബട്ടർ, ജെല്ലീസ്, ഇതെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിളുകളാണ്. അടുത്തതായി സോളിഡ് ഇൻ ഗ്യാസ്. കൊളോയിഡിൻ്റെ പേര് എയറോസോൾ. എക്സാമ്പിൾ സ്മോക്ക്, ഡസ്റ്റ്. നെക്സ്റ്റ് സോളിഡ് ഇൻ ലിക്വിഡ്. കൊളോയിഡിൻ്റെ പേര് സോൾ. ഗോൾഡ് സോള്, സൾഫർ സോള്, പെയിൻറ്റ്. അവസാനമായി സോളിഡ് ഇൻ സോളിഡ്. കൊളോയിഡിൻ്റെ പേര് സോളിഡ് സോൾ. എക്സാമ്പിൾ ജെം സ്റ്റോൺ, രത്നക്കല്ലെന്ന് പറയും. അടുത്ത എക്സാമ്പിൾ സം കളേർഡ് ഗ്ലാസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പോസ്ഡ് ഫേസ് ആൻഡ് ഡിസ്പോഷൻ മീഡിയം. ലയോഫിലിക്. ലയോ എന്ന് പറഞ്ഞാൽ മീഡിയം, ഫിലിക് ഇഷ്ടം. അപ്പോൾ മീഡിയത്തിനോട് ഇഷ്ടമെന്നാണ്. ലയോഫിലിക് സോളിന് ലയോഫിലിക് കൊളോയിഡ്സ് എന്നും പറയാം. എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ സോൾ ഓഫ് ഗം, ഗമ്മിൻ്റെ സോള്. ജെലാറ്റിൻ, മാംസപശ എന്ന് പറയും. സർട്ടൈൻ പോളിമേഴ്സ് ഇൻ ഓർഗാനിക് സോൾവെന്റ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? എന്താ? ഈ സ്റ്റാർച്ചിന് വാട്ടറിനോട് ഭയങ്കരമായിട്ടുള്ള അഫിനിറ്റിയാണ്. But the colloidal solution in which the dispersed phase has greater affinity for the dispersion medium are called ലയോഫിലിക് സോൾ. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ കഞ്ഞിവെള്ളം എന്ന് പറയും. അത് സ്റ്റാർച്ച് സൊല്യൂഷനാണ്. ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഉപ്പെടുത്തൊഴിച്ച പ്രസിപ്പിറ്റേറ്റ് ചെയ്യും? ഒരിക്കലും പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ലയോഫിലിക് സോൾ എന്താ? സ്റ്റേബിളാണ്. അപ്പോൾ ഇൻ സച്ച് കൊളോയിഡ്സ് the dispersed phase does not get easily precipitated and the soul are quite stable. ഡിസ്പേർഷൻ മീഡിയത്തുനിന്നുകൊണ്ട് ഡിസ്പേഴ്സ്ഡ് ഫേസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനെ പിന്നെയും സിമ്പിൾ മിക്സിങ്ങിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇഫ് ദ ഡിസ്പേർഷൻ മീഡിയം is separated from the dispersed phase, the soul can be reconstituted by simple remixing. അതുകൊണ്ടാണ് ലയോഫിലിക് സോളിന് റിവേഴ്സിബിൾ സോൾ എന്ന് പറയാൻ കാരണം. അടുത്തതായി ലയോഫോബിക് സോൾ അല്ലെങ്കിൽ ലയോഫോബിക് കൊളോയിഡ്സ്. ഫോബിക് വെറുപ്പെന്നാണ്, ഇഷ്ടം അല്ല എന്നാണ്. ഗോൾഡിന് വെള്ളത്തിനോട് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഗോൾഡിന് ചില കെമിക്കൽ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്. അതുകൂടാതെ മെറ്റലിൻ്റെ ഇൻസോളബിൾ കോമ്പൗണ്ട്സ് ലൈക്ക് സൾഫൈഡ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പോസ്ഡ് ഫേസിന് ഡിസ്പോഷൻ മീഡിയമായിട്ട് ലിറ്റിൽ അഫിനിറ്റിയാണുള്ളത്. ഇത്തരം സോളുകളെയാണ് ലയോഫോബിക് സോൾ. ദ കൊളോയിഡൽ സൊല്യൂഷൻ ഇൻ വിച്ച് dispersed phase has little affinity for dispersion medium are called ലയോഫോബിക് സോൾ. ഇനി ഈ സോള് സ്റ്റേബിൾ അല്ല. ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. But these are easily precipitated by the addition of small amount of electrolyte or by shaking. ഒരിക്കൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീമിക്സ് ചെയ്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. Once precipitated, they do not give back the colloidal soul by simple remixing. അതുകൊണ്ടാണ് ലയോഫോബിക് സോളുകളെ ഇറിവേഴ്സിബിൾ സോൾ എന്ന് പറയാൻ കാരണം. Depending upon the nature of dispersed phase particle, the colloidal solutions are classified as 1.
മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. മൾട്ടി ഒരുപാട്. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ, ഗോൾഡ് സോൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടം പോലെ ഗോൾഡ് ആറ്റംസ് കാണപ്പെടുന്നു. സൾഫർ സോൾ എടുത്തു കഴിഞ്ഞാൽ 1000ഓ അതിൽ കൂടുതലോ എസൈറ്റ് മോളിക്യൂൾ കൂടിച്ചേർന്ന സോൾ പാർട്ടിക്കിളാണ് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ 1 നാനോമീറ്ററെ കാട്ടി വലിപ്പം കുറഞ്ഞ ഇഷ്ടം പോലെ ആറ്റംസ് അല്ലെങ്കിൽ സ്മോൾ മോളിക്യൂൾസ് കൂടിച്ചേർന്നുകൊണ്ട് ഒരു സ്പീഷീസ് ഉണ്ടാകുന്നു. അതിൻ്റെ സൈസ് കൊളോയിഡൽ റേഞ്ചിലാണ്. ദാറ്റ് ഈസ് 1 നാനോമീറ്റർ to 1000 നാനോമീറ്റർ. When a larger number of atoms or small molecules of a substance having size less than 1 nanometer aggregated together in dispersion medium to form a species having the size in the colloidal range. Macromolecular colloids എന്ന മാക്രോ ലാർജ് എന്നാണ്. സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻ, പ്ലാസ്റ്റിക് ഇതെല്ലാം മാക്രോ മോളിക്യൂൾസ് ആണ്. ഇതിൻ്റെ എല്ലാം വലിപ്പം 1 നാനോമീറ്റർ to 1000 നാനോമീറ്റർ ഇടയ്ക്കാണ്. ഇങ്ങനെയുള്ള ഈ മോളിക്യൂൾസ് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻറ്റിൽ ഡിസ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ട് കൊളോയിഡൽ റേഞ്ചിലോട്ട് മാറുന്നു. ഇത്തരം കൊളോയിഡ്സുകളെയാണ് മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ്. When certain substances having big size molecule, that is macromolecule, are disposed in a suitable solvent to form a solution in which the size of the dispersed particle are in the colloidal range. Such colloids thus formed are called macromolecular colloids. അടുത്തതായി അസോസിയേറ്റഡ് കൊളോയിഡ്. അസോസിയേറ്റഡ് കൂടിച്ചേർന്ന് കാണപ്പെടുന്നു എന്നാണ്. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിളായിട്ട് സോപ്പ് ഒരു ഇലക്ട്രോലൈറ്റാണ്. അത് ലോവർ കോൺസെൻട്രേഷനിൽ നോർമൽ ഇലക്ട്രോലൈറ്റായിട്ട് മാത്രം ബിഹേവ് ചെയ്യും. ഇനി ഹയർ കോൺസെൻട്രേഷനിൽ ഇത് കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യും. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകൾ നമ്മൾ പഠിക്കും. എന്താ അതിന് കാരണം? ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് അഗ്രിഗേറ്റഡ് പാർട്ടിക്കിൾ. അങ്ങനെ കൂടിച്ചേർന്ന് കാണപ്പെടുന്ന ആ കൊളോയിഡിനെ അസോസിയേറ്റ് കൊളോയിഡ് എന്നും അങ്ങനെ അഗ്രിഗേറ്റ് ചെയ്ത പാർട്ടിക്കിളിനെ മിസല്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ ദ സബ്സ്റ്റൻസ് which behaves as normal electrolyte at a lower concentration but exhibits colloidal properties at higher concentration due to the formation of aggregated particle called associated colloid. The aggregated particle thus formed are called micelles. സോപ്പ് എടുക്കുന്നു. സോപ്പ് ഒരു ഇലക്ട്രോലൈറ്റാണ്. ഇത് കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ സോപ്പ് ഇലക്ട്രോലൈറ്റായിട്ട് മാത്രം ബിഹേവ് ചെയ്യും. പക്ഷേ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ മുകളിലാണ് ഈ സോപ്പ് സൊല്യൂഷൻ കൊളോയിഡൽ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യും. ഇനിയുള്ള ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഈ ഹയർ കോൺസെൻട്രേഷനിൽ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യും, കൂടിച്ചേരും. അങ്ങനെ കിട്ടുന്ന കൊളോയിഡ്സിനെയാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ഇങ്ങനെ കൂടിച്ചേർന്ന് കാണപ്പെടുന്ന ഈ പാർട്ടിക്കിളിനെ പറയുന്ന പേരാണ് മീസെല്ലസ്. ദ അഗ്രിഗേറ്റഡ് പാർട്ടിക്കിൾ ദസ് ഫോംഡ് ആർ കോൾഡ് മിസെല്ലസ്. ഈ മീസെൽസ് ഫോം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ മുകളിലാണ്. അതിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ, ചുരുക്കി CMC. The formation of micelles takes place only above a particular temperature called
craft temperature and above a particular concentration called critical missile concentration. അസോസിയേറ്റഡ് കൊളോയിഡിന് ഏറ്റവും നല്ല എക്സാമ്പിളുകളാണ് സോപ്പും ഡിറ്റർജൻറ്റും. ഒരു മിസൈൽസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1000-ഓ അതിൽ കൂടുതലോ മോളിക്യൂൾസ് കാണപ്പെടുന്നു. സോപ്പിൻ്റെ കേസിൽ ക്രിട്ടിക്കൽ മിസൈലിൻ്റെ കോൺസെൻട്രേഷൻ്റെ വാല്യൂ 10⁻⁻4 to 10⁻⁻3 മോൾ പെർ ലിറ്റർ. എന്തൊക്കെ ആശയങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കുവച്ചത്? എൻസൈംസ്, ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ് ബൈ സിയോലൈറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്, ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാർ ഒരു അസൈൻമെൻറ്റ് തരട്ടെ. ഒന്നാമത്തെ അസൈൻമെൻറ്റ്, വാട്ട് ആർ എൻസൈംസ്? റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം. രണ്ടാമത്തത്, വാട്ട് ആർ ലയോഫിലിക് ആൻഡ് ലയോഫോബിക് സോൾ? ഗീവ് 1 എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ടൈപ്പ്. മൂന്നാമത്തെ ചോദ്യം, what is the difference between multimolecular and macromolecular colloids? Give 1 examples of each. How are associate colloids different from these 2 types of colloids? ഈ അസൈൻമെൻറ്റ് നിങ്ങൾ നോട്ട്ബുക്ക് എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.